ഇപ്പം താങ്കൾ ചെയ്യുന്ന എല്ലാ പടങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്ന ട്രാക്കുകളായാലും ശരിയാണ് മലയാളികൾക്ക് എപ്പോഴും റിലേറ്റ് ചെയ്യും. ആവേശം എങ്ങനെ പറഞ്ഞു വീട്ടിൽ ആവേശം കൊള്ളിക്കുമോ? തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്നല്ലേ പറയാ, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തള്ളി വെക്കുന്നല്ലേ. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോവാം. ചേട്ടാ ഒരു ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അല്ലു അർജുൻ അർജുനല്ല അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലുമിനാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരനും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച്